നമുക്ക് ചെറിയ അച്ചാറിൻ്റെ ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, നോറാസ് പിക്കിൾ. അപ്പോൾ ഇതേ നോറാസ് പിക്കിൾ ഇതേ ഡെലിവറി ചെയ്തിട്ടാണ് നമ്മൾ ആ വഴിക്ക് പോകുന്നത്. അപ്പോൾ പോണ വഴിക്ക് നമുക്ക് എന്തായാലും ലാബിൽ ഒന്ന് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കണം. പൊന്നൂന് ചെറിയ സിക്നസ് ഫീൽ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും പോകാൻ ചൂസ് ചെയ്തേക്കുന്ന സമയത്തിന് നല്ല മഴയുണ്ട്. മാഹിപ്പള്ളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞ അമ്മ എന്താന്ന് എന്നാ അമ്മ? ആ ആ ഇതാണ് മാഹിപ്പള്ളിയുടെ ഐതിഹ്യം എന്ന് പറയുന്നത് എന്നാണ് അമ്മ പറയുന്നത്. നമുക്ക് എന്തായാലും നേർച്ചയുണ്ട്. എന്തായിരുന്നു അമ്മ നമ്മുടെ നേർച്ച എന്തായിരുന്നു ഇപ്രാവശ്യത്തെ? പൊന്നൂൻ്റെ സർജറിക്ക് വേണ്ടിയിട്ടായിരുന്നു ഇപ്രാവശ്യത്തെ നേർച്ചയൊക്കെ. എന്താ നമ്മൾ നേർച്ച നേർന്നിക്കുന്നത്? ജസ്റ്റ് വരാമെന്നാണോ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ മാതാവിൻ്റെ തിരുസന്നിധിയിൽ അവളെയും കൂട്ടി ചെന്നേക്കാന്നാണ് നേർച്ചയിലുണ്ടായിരുന്നത്. വെച്ചാൽ അതെന്തായാലും പാലിച്ചു. അപ്പോൾ ഈ മാഹി അമ്മയുടെ അടുത്ത് എന്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിച്ചു തരുമെന്നാണ് പറയുന്നത്. അടിമ വെച്ചിരിക്കുന്നതാണ് പൊന്നുവിന്റെ പേര് മാഹില. മാമോദിസ മുക്കിയപ്പോൾ ഉള്ള പേര് മാഹിലമ്മയുടെയാണ്. അവളെ അടിമ വെച്ചതാണ്. ഇവിടുത്തെ ഫേമസ് ബേക്കറി എന്ന് പറഞ്ഞ ബേക്കറിയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണ്. ഇത് ബേക്കറി എന്ന് പറഞ്ഞാൽ ബേക്കറി, സൂപ്പർ മാർക്കറ്റ് എല്ലാം കൂടി കൂടിച്ചേർന്ന ഡൈനിങ് ഏരിയ എല്ലാം കൂടി. നല്ല ചൂട് പപ്സും ചൂട് കട്ട്ലൈറ്റും ഫ്രഷ് ലൈമും ചായയും സാൻഡ്വിച്ചുമാണ് നമ്മൾ കഴിക്കുന്നത്. പപ്സൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ മാഹി പള്ളിയിലെത്തി. ഏകദേശം 10 മണിയോട് കൂടിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് യാത്ര തിരിച്ചത്. ഇപ്പോൾ ഏകദേശം 1:30 ഇപ്പോൾ 1:24. വഴിയിൽ റോഡ് ഭയങ്കര മോശമായിരുന്നു. റോഡിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ടൊരു വെല്ലുവിളി എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ മഴയുണ്ടായിരുന്നു. മഴ വളരെ മോശമായിട്ട് തന്നെ നമ്മളെ ബാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും പള്ളിക്കകത്തിട്ട് കയറുകയാണ്. ബാക്കി കാഴ്ചകൾ നമുക്ക് അവിടെ കാണാം. കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. നല്ലൊരു റെസ്റ്റോറൻ്റ് കേട്ടോ. ഇതിൻ്റെ പേര് നിർവാണ എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ. അപ്പോൾ എന്തായാലും നമ്മൾ ഭക്ഷണം കഴിക്കാം, ഒരു ബിരിയാണി കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച്. പക്ഷേ ഇതിൻ്റെ ചരിത്രം പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഓർമ്മ വരുന്ന മറ്റൊരു ചരിത്രം കൂടിയുണ്ട്. നമ്മുടെ വേളാങ്കണ്ണി മാതാവിൻ്റെ പള്ളി അത് ഇതേപോലെ തന്നെയാണ്. വിഗ്രഹം കടലിൽ നിന്നാണ് കിട്ടിയേക്കുന്ന രൂപം. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ലത്തീൻ പള്ളികളിൽ, ഈ തീരദേശ സ്ഥലങ്ങളിൽ നിൽക്കുന്ന ഒട്ടനവധി പള്ളികളിൽ ഇങ്ങനെ അനുഭവം ഉള്ളതായിട്ട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് പല ആളുകളും. എന്തായാലും നല്ലൊരു വൈബ്രൻ്റ് ഒരു ഡ്രൈവാണ് മാഹി, പോണ്ടിച്ചേരി, അതുപോലെ തന്നെ ഈ പള്ളി മാഹി പള്ളിയൊക്കെ. ഇപ്പോൾ കുറച്ച് കാലവർഷത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളൊരു സമയമാണെങ്കിൽ കൂടി നമുക്ക് ഒരൊറ്റ ദിവസത്തെ 1 ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ 2 ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ട് വന്ന് കണ്ട് ആസ്വദിച്ച് ഫാമിലിയായിട്ട് നിൽക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ മാഹി.
ഈ കൊന്ത എനിക്ക് മാഹിപ്പള്ളിയിൽ നിന്ന് പൊന്നു മേടിച്ച് തന്നതാണ്. അപ്പോൾ അതെന്തായാലും ഇടുക. പിന്നെ അതുപോലെ തന്നെ എനിക്ക് കാറിന് ഒരു കീ ചെയിനും പൊന്നു മേടിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് നമ്മളുടെ ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇവിടുത്തെ ബീച്ച് സൈഡിലേക്ക് നമുക്കൊന്ന് പോവാം. അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. പിന്നെ മറ്റ് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പർച്ചേസ് ചെയ്യുമ്പോൾ എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഏറെക്കുറെ എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കാണാം കേട്ടോ. എന്തായാലും ബിരിയാണി വന്നു. നല്ല ചൂട് ബിരിയാണി കേട്ടോ. നല്ല ബിരിയാണി കേട്ടോ. പിന്നെ ഞാൻ കഴിച്ച് ഫ്രഷ് ലൈമും കൂടി പറഞ്ഞു. നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് ഇറങ്ങിയിട്ട് ഇനി ബീച്ചിലേക്ക് പോകാം കേട്ടോ. കടൽ അത്യാവശ്യം നല്ല റഫായിട്ട് കിടക്കും കേട്ടോ. ഇപ്പോഴുള്ള സമയങ്ങളിലൊന്നും കടലിലൊക്കെ വന്നു കഴിഞ്ഞാലും ഇറങ്ങരുത്. കാരണം കടലാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. പൊന്നൂട്ടിക്ക് ഒരു ഐസ്ക്രീം മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നതാണ്. അപ്പോൾ ഇത് റിവർ സൈഡ് വാക്ക് വേ മാഹി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ വന്നത്. അപ്പോൾ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ഒക്കെ പേര് PRTC എന്നാണ്, പുതുച്ചേരി റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്നാണ്. ഇവിടെ നമ്മൾ കയറിയപ്പോഴത്തേക്കും 83 രൂപ 90 പൈസയേ ഉള്ളൂ ഡീസലിന് പെർ ലിറ്റർ. അപ്പോൾ നമ്മൾ എന്തായാലും ഫുൾ ടാങ്ക് അടിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നന്ദി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ടുണ്ട്. നന്ദിയിൽ കല്ലുമ്മക്കായ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിർത്തിയേക്കുക. ഈ കല്ലുമ്മക്കായ നമ്മൾ മേടിക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് അച്ചാറിൻ്റെ ബിസിനസ് ഉണ്ടല്ലോ, എൻ്റെ മോളുടെ പേരിലൊരു ചെറിയൊരു കമ്പനി ഉണ്ടല്ലോ. അപ്പോൾ ആ അച്ചാറിൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് കല്ലുമ്മക്കായ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നാൽ 250 രൂപയാണ് പൊളിച്ച് ക്ലീൻ ചെയ്യാത്ത കല്ലുമ്മക്കായ്ക്ക് ഇവിടെ വില. അപ്പോൾ അതെന്തായാലും മേടിച്ചിട്ട് ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകണം. എന്തായാലും വഴിയുടെ ആ ഒരൊറ്റ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ തിരിച്ചു വന്നപ്പോഴും വഴിയുടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ബാക്കി വെച്ചെല്ലാം നോക്കിക്കഴിഞ്ഞാൽ സൂപ്പറായിരുന്നു. ഈ ചേട്ടന്മാരുടെ അടുത്ത് നിന്നാണ് നമ്മളിത് ഈ പ്രാവശ്യത്തെ മുരു മേടിക്കുന്നത്. അപ്പോൾ 2.5 കിലോ മുരു മേടിച്ചിട്ട് നമ്മളത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കത് എത്ര കിലോ ഉണ്ടെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ഒരുക്കി എടുത്തേക്കണത് മുരുവിൻ്റെ തൂക്കം 1650 കേട്ടോ. പാട്ട് ഞാൻ തന്നെ പാടേണ്ടി വരും. പക്ഷേ അത്യാവശ്യം ചായ കുടിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. അതൊരു അമ്പലക്കുളമാണ്. ഇവിടെ ആൾക്കാർ വരുന്നവർ നീന്തുന്നുണ്ട്. അവിടെ ഒരുപാട് ആളുകൾ വേറെ നീന്തുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിച്ചതിന് ശേഷം ബാക്കി പറയാം. പഴംപൊരി എല്ലാം അടിപൊളിയാട്ടാ. ഇപ്പോൾ ഇവിടങ്ങളിലൊക്കെ കല്ലുമ്മക്കായ വരണം ഇതേപോലെ കേട്ടോ.
ഒരു വല്ലാത്ത ടേസ്റ്റ് ഇല്ലേ? എന്തായാലും കൊള്ളാം. ഉള്ള സ്ത്രീരൂപമാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ചുറ്റിനും പുറത്തും ഒക്കെ തെങ്ങും തോപ്പ്, പിന്നെ ഒരു ചെറിയ ആൽത്തറ, നല്ലൊരു നാടൻ അന്തരീക്ഷമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. വൈകുന്നേരങ്ങളിലൊക്കെ ഒരു ചായ കുടിക്കാൻ പറയുന്നത് നല്ല വൈബാണ്. 1913 സ്ഥാപിച്ച ഒരു കോടതിയാട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ യാത്ര ഏറെക്കുറെ അവസാനിക്കാറായി. നമ്മളിനി കുരിശുപള്ളിയിലേക്കാണ് പോകുന്നത്. കുരിശുപള്ളിയിലേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകളും കൂടി കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ പരിപാടി ഏറെക്കുറെ തീരാറായി.